പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു ഇന്നലത്തെ അതിൻ്റെ ഒന്നാം ഭാഗമായിരുന്നു ഇന്നലെ ചെയ്ത വീഡിയോ. ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ക്രിസ്തു മതത്തെയും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിച്ചാണ് ഓരോരുത്തരും മറ്റ് ഹൈന്ദവ മതത്തിലുള്ളവർ, വിശ്വാസികൾ, അതിൽ തന്നെ തീവ്ര സ്വഭാവമുള്ളവരുണ്ട്. അവരുമൊക്കെ എതിർക്കുന്നതും അക്രമങ്ങളും ക്രിസ്തു മത സ്ഥാപനങ്ങൾക്ക് നേരെയും പുരോഹിതരുടെ മേലെയും സന്യസ്തരുടെ മേലെയും ഒക്കെ അവർ പ്രവർത്തിക്കുന്നത്, സുവിശേഷകരുടെ മേലെ ഒക്കെ അവർ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. തെറ്റിദ്ധാരണ കൊണ്ടാണ്. ക്രിസ്തുമതം എന്താണ് എന്നുള്ളത് അവരറിയുന്നില്ല. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ മതത്തെ പറ്റി പോലും അവർ പഠിച്ചിട്ടില്ല. ഏതാണ്ടോ കാണിക്കുന്നു, ഏതാണ്ടോ പറയുന്നു, ഏതാണ്ട് ചെയ്യുന്നു. അത് അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതാണ് അതിൻ്റെ സർവസ്വവും എന്ന് വിചാരിച്ചാണ്. അതിൽ തെറ്റാണ്. അത് അനുവർത്തിക്കുന്നതും ചെയ്യുന്നതും അവർക്കറിയാവുന്നതും അവരുടെ അറിവും എല്ലാം തന്നെ തെറ്റാണ്. കാരണം മുന്നമേ ഉണ്ടായിരുന്ന മഹാരഥന്മാർ ഹൈന്ദവ മതത്തിലെ അവരാരും ക്രിസ്തു മതത്തെ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്രിസ്ത്യാനികളെ എതിർന്ന് ഗാന്ധിജി പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നതും ക്രിസ്ത്യാനികളെ വെറുക്കുന്നുവെന്ന്. കാരണമുണ്ട്. ക്രിസ്ത്യാനികളെന്ന് അവരൊക്കെ തെറ്റിദ്ധരിച്ചാണ്. ഈ വിദേശീയർ, ബ്രിട്ടീഷുകാർ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രഞ്ചുകാരും ഡച്ചുകാർ എല്ലാം ഇവിടെ വന്ന് ഇന്ത്യ നമ്മുടെ മഹാരാജ്യത്തിൻ്റെ ഭരണമൊക്കെ അവർ പിടിച്ചെടുത്ത് നടത്തുകയായിരുന്നു. ശരിയാണ്. അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പൊളിറ്റിക്കൽ വശം വേറെയാണ്, രാഷ്ട്രീയ വശം. അത് മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചാണ് ഈ പറയുന്നതൊക്കെ, ഈ എതിർപ്പുകളൊക്കെ. അവർക്ക് ക്രിസ്തു നാമധാരികളായിരുന്ന അവർ പിന്നെ ക്രിസ്ത്യ മതവുമായിട്ട് അവർക്ക് ബന്ധമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. അങ്ങനെയാണ് ഇവിടെ വന്ന് അവർ അധികാരം മാത്രമാണ് മോഹിച്ചത്. ക്രിസ്തു മതത്തെ അവർ ഒരു വിധത്തിലും അവരും പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു. പിന്നെ മിഷണറിമാരെ ഉപദ്രവിച്ചിരുന്നില്ല എന്ന് മാത്രം അനുവദിച്ചിരുന്നു, ആ ദൈവഭയം കൊണ്ട്. അല്ലാതെ അവർ ക്രിസ്ത്യാനികളായിരുന്നത് കൊണ്ടല്ല. ജാലിയൻ വാലാബാഗ്, ജനറൽ ഡയർ എന്താണ് ചെയ്തത്? എത്ര പേർ അവർ കൂട്ടക്കൊല ചെയ്ത്? അയാൾ ക്രിസ്ത്യാനി അല്ലായിരുന്നു. ക്രിസ്തു മതമായിട്ട് യാതൊരു ബന്ധവുമുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അന്നത്തെ കാലത്ത് അവർക്ക് അധികാരം മാത്രമായിരുന്നു, സാമ്രാജ്യ സ്ഥാപനമായിരുന്നു മോഹം. അതിൽ ക്രിസ്തുമത വിശ്വാസമുള്ളവർ വളരെ ചുരുക്കമാണ്. അതും വളരെ പേരിനും വേണ്ടി മാത്രം. ആ ചരിത്രവും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ഓരോ രീതിയിലുള്ള പ്രതികരണങ്ങളും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. പലരും എന്തെല്ലാം തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ, ക്രിസ്തുവിന് 300 വർഷം മുൻപൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനെയാണ് പറയുന്നത്. അയാൾ ക്രിസ്ത്യാനിയായിരുന്നു, കത്തോലിക്കനായിരുന്നു എന്നൊക്കെ. അയാൾക്ക് എന്തുവന്ന് ക്രിസ്തു മതമുണ്ടോ? അങ്ങനെയുള്ളൊരു മതമൊന്നും അതിനെപ്പറ്റി ആരും ആലോചിച്ചിട്ട് മനുഷ്യർക്ക് ഒരറിവും കിട്ടിയിട്ടുള്ള കാലമല്ല. പേര് കേട്ടുകൊണ്ട് പറയും. ഇന്ന് കാരണം ക്രിസ്ത്യാനികൾക്ക് അലക്സാണ്ടർ എന്നുള്ള പേരുണ്ട്. അതുകൊണ്ട് ഈ പേരുകളൊക്കെ അങ്ങനെയാണ് വന്നത്. ഓരോരുത്തരുടെയും ഓരോ പേരുകൾ വന്നത് അവരെ പോലെ അവരുടെ നല്ല ഗുണങ്ങൾ എടുത്തുകൊണ്ട് നല്ലവരായിട്ട് വരണമെന്ന് വിചാരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്. അതുപോലെ ഈ മുസോളിനിയും ഹിറ്റ്ലറും പിന്നെ ജോസഫ് സ്റ്റാലിനൊക്കെ ഏറ്റവും വലിയ ക്രൂരരായിരുന്നവരാണ്. മനുഷ്യവർഗത്തിൽ ഏറ്റവും ക്രൂരത ചെയ്തവരാണ്. അവരൊക്കെ ക്രിസ്ത്യാനികളായിരുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവരൊക്കെ എന്തേ ക്രിസ്തുമതം ഉപേക്ഷിച്ചു ജീവിച്ചവരാണ്. ക്രൂഷ്യബ് ഇവരെല്ലാവരും. ഇതൊക്കെ അറിയാൻ വയ്യാതെ വീണ്ടും മതം ഉപേക്ഷിച്ചവർ വീണ്ടും അവർ ക്രിസ്ത്യാനികളായിരുന്നെന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുമത അനുയായികളായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ അധികാരമോഹം പിടിപെട്ട് അവർ ക്രൂരത കാണിക്കുകയില്ലായിരുന്നു. അവർക്കത് പറ്റുകയില്ലായിരുന്നു.
അപ്പോൾ അവർ ലോകത്തിൽ മുഴുവൻ്റെയും അധിപതികളാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മതം അവർക്ക് തടസ്സമാകുമെന്ന് കണ്ട് അത് ഉപേക്ഷിച്ചവരാണ്. അവിടെ അവരാരും ക്രിസ്ത്യാനികളായിരുന്നില്ല. അത് സത്യം മനസ്സിലാക്കണം. ആ പേരിടുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മഹാന്മാരായുള്ള പേരിലിടും. എന്താണ് മനുസ്മൃതിയിൽ പറയുന്നത്? ഒരു പേരിടുന്നത് എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള നേതാക്കന്മാരും ഓരോ വിഭാഗത്തിൻ്റെയും പോഷക സംഘടനകളുടെ നേതാക്കന്മാരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അറിയാതാണ് ക്രിസ്തുമതത്തെ എതിർക്കുന്നത്. ക്രിസ്തുമതത്തെ അറിഞ്ഞിരുന്ന മഹാരഥന്മാർ, ഹിന്ദുമതത്തെ നവീകരിക്കാൻ ഇറങ്ങിയവരാരും തന്നെ ക്രിസ്തുമതത്തെ എതിർത്തിരുന്നില്ല. പകരം ഞാൻ പറഞ്ഞിരുന്ന ആ വ്യക്തികളുടെ പ്രവർത്തനത്തെ എതിർത്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഗാന്ധി ഞാൻ ക്രിസ്ത്യാനികളെ എതിർക്കുന്നു. കാരണം അവർ ചെയ്തതെല്ലാം ക്രിസ്തു മതം പഠിപ്പിക്കുന്നതല്ല ചെയ്തത്. അവർ എന്നേ ക്രിസ്തു മതത്തിൽ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ടാണ് അവരത് ചെയ്തത്, അങ്ങനെ മാറിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. പിന്നെ ക്രിസ്തുവിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തു മിഷണറിമാരെ അവർ ദ്രോഹിച്ചിരുന്നില്ല. കത്തോലിക്ക വിശ്വാസത്തിലോട്ട് വരുമായിരുന്നെങ്കിൽ അവർ ദ്രോഹിക്കുമായിരുന്നു. അതായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോൾ മനുസ്മൃതിയിൽ പറയുന്നത് ഞാൻ പറയാം, പേരിൻ്റെ കാര്യം. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ അവൻ ആരായിരിക്കണം അല്ലെങ്കിൽ അവൾ ആരായിരിക്കണം എന്ന് നിങ്ങൾക്കൊരു ഭാവന ഉണ്ടായിരിക്കണം. ആ ഭാവന കണ്ടാണ് മഹാരഥരുടെ പേരിടുന്നത്. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അങ്ങനെ വേണം പേരിടാൻ. കാരണം ഭാവിയിൽ അവൻ വളർന്നു വരുമ്പോൾ ഇതുപോലെ ആയിരിക്കണമെന്ന് മാതാപിതാക്കൾക്ക് ആ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തണമെന്ന്. ഇപ്പോൾ രാമൻ്റെ പേരിട്ടിട്ട് ശ്രീരാമനെ പോലെ ആകണമെന്ന് വിചാരിച്ചാണ് അവ പേരിടുന്നത്. പക്ഷേ അവനെ തലതിരിഞ്ഞ് അസന്മാർഗിയായിട്ടും ദുർസ്വഭാവിയായിട്ടും ആ സമൂഹത്തിന് തന്നെ ഭീഷണിയായിട്ട് ഒരുത്തം തുടരുകയാണെങ്കിൽ അത് രാമൻ്റെ കുഴപ്പമാണോ പേരിട്ടത്? അവനത് മാറി, അവനിതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവനെ വളർത്തുന്ന മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് വളർത്തണം. അതുപോലെ അവനും അത് ബോധം ഉണ്ടാക്കണം, അവനും അതുപോലെ ആകണം. ഇതുപോലെയുള്ള ക്രിസ്തു മതത്തിലും. പക്ഷേ അതുകൊണ്ട് പേരുള്ളത് കൊണ്ട് അവരെല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ആ ജീവിതത്തിൽ വന്നെങ്കിലാണ് ക്രിസ്ത്യാനികളാകുന്നത്. ഇപ്പോൾ രാജാറാം മോഹൻ റോയ്, ബാലഗംഗാധര തിലകന്, ഇവരാരും വിദ്യാസാഗർ, ഇവരാരും ക്രിസ്തു മതത്തെ വെറുത്തിരുന്നില്ല. അവരൊക്കെ ഹിന്ദു മതത്തെ നവീകരിക്കാൻ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഇറങ്ങിയ മഹാരഥരാണ്. ഹിന്ദു മതമെന്ന് പറയുന്ന ഒരു മതം അന്നും പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ അവരുടെയൊക്കെ കാലത്ത് പോലും വന്നിട്ടില്ലായിരുന്നു. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നതായിരുന്നു. ജാതി വ്യവസ്ഥകളും എല്ലാം കൊണ്ട് അവരൊക്കെ ജാതി വ്യവസ്ഥകളെ എല്ലാത്തിനും എതിർത്തത് അവരായിരുന്നു ആദ്യം. മിഷണറിമാരും വന്ന് കണ്ടപ്പോൾ അവർക്കും അത് സഹിച്ചില്ല. മനുഷ്യരെ പല വിധത്തിലായിട്ട് ചൂഷണം ചെയ്ത് പല വിധത്തിൽ അവരെ അധപതിപ്പിച്ച് അത് അവരുടെ അധപതനം മുതലെടുക്കുക, അവരുടെ കായിക ശക്തി, ദേഹശക്തി ഇതൊക്കെ ഉപയോഗിക്കുക. ഇതായിരുന്നു ഒരു അധികാരവർഗത്തിൻ്റെ അന്നത്തെ അധികാരവർഗത്തിൻ്റെ അല്ലെങ്കിൽ മേലാളർ എന്ന് പറയുന്നവരുടെ ഒരു ജീവിതചര്യ. അതിനെയാണ് എതിർത്തത്. അത് ഞാൻ പറഞ്ഞ ഈ ഹിന്ദുമതത്തെ നവീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അവരെല്ലാവരും അതിനെ എതിർത്തിരുന്നു. അവർ ഇതൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നു. ആ ഹിന്ദു മതം എന്നുകൊണ്ടൊരു മതം രൂപീകരിക്കപ്പെട്ട് അന്ന് രൂപാന്തരം പ്രാപിച്ചിരുന്നില്ല അത് പരിപൂർണമായിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവ സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈന്ദവ സംസ്കാരം പിന്നീടാണ് ഹിന്ദു മതമായിട്ട് രൂപപ്പെട്ടത്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ചരിത്രം പഠിക്കണം, അവരവരുടെ മതവും കൂടെ പഠിക്കണം. ഹിന്ദുമതം രൂപീകരിച്ച പിന്നെ ആധുനിക കാലത്ത് അതിനെ നവീകരിക്കേണ്ട അവസാനമായിട്ട് ഒരു ശ്രമം നടത്തി ആദരണീയനായ സ്വാമി വിവേകാനന്ദജി. അതെല്ലാവർക്കും അറിവുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്? അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇവിടുത്തെ ജാതി വ്യവസ്ഥകളെ കണ്ട് മനം നൊന്ത് ഭ്രാന്താലയം എന്ന് ഭാരതത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കന്യാകുമാരിയിൽ ആ കടലിന് അകത്തോട്ട് കിടക്കുന്ന പാറയിൽ കയറിയിരുന്ന് തപസ് ചെയ്തത് ഓർമ്മിക്കുന്നില്ലേ? അപ്പോൾ ജാതി വ്യവസ്ഥയെ ആദ്യമായിട്ട് എതിർത്തത് അദ്ദേഹമാണ്. അത് ജാതി വ്യവസ്ഥ അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭംഗി അങ്ങ് പോയി, ബഹുസ്വരത പോയി, നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം ഇവരെയൊക്കെ വേണ്ടേ പറയാൻ. അവരൊക്കെ എന്ത് ആദരണീയരായ വ്യക്തികളാണ്, അവരൊക്കെ അല്ലേ ചെയ്തത്. അവരുടെ അനുയായികളെന്ന് പറയുന്നവരായ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഓർമ്മിക്കുന്നില്ല? സ്വാമി വിവേകാനന്ദജി
വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഹിന്ദുമതത്തെ എങ്ങനെ നവീകരിക്കണമെന്ന് അദ്ദേഹം ആ ഒരു ലക്ഷ്യത്തോടു കൂടി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. ആശ്രമങ്ങളും മഠങ്ങളുമെല്ലാം അദ്ദേഹം സന്ദർശിച്ചു, പഠിച്ചു കാര്യങ്ങൾ. എന്നിട്ട് അതുപോലെ ഇവിടെ വന്ന് പ്രാവർത്തികമാക്കണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അത് മതത്തെ നവീകരിച്ചുകൊണ്ട്, ഹിന്ദുമതത്തെ നവീകരിച്ചുകൊണ്ട് വേണം, ഹിന്ദുമതത്തിൽ തന്നെ അത് ചെയ്യണം എന്ന് അദ്ദേഹം വിചാരിച്ചു. ആദ്യകാലത്ത് ഇത് ഹിന്ദുമതം അങ്ങനെ ബഹുദൈവങ്ങളൊന്നുമില്ല, ഏകദൈവമാണ്. അത് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേവന്മാരും ദേവികളും അങ്ങോട്ട് അങ്ങനെ ആദരിക്കുന്നവരുണ്ടായിരുന്നു. കാര്യം ശരിയാണ്. പിന്നീട് അത് ആരാധനയായിട്ട് മാറിയത് കാലക്രമേണ ഓരോ തൽപര കക്ഷികൾ അങ്ങനെ ആക്കിയതാണ്. ആ ഏകദൈവ വിശ്വാസത്തിൽ തൃത്വത്തിൻ്റെ നിഴലുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പഠിക്കാത്തത്? അതൊക്കെ പഠിച്ചിട്ട് വേണം ഇതൊക്കെ മറ്റുള്ളവരെ ഇത് എന്തെങ്കിലും നന്മ ചെയ്ത് നിങ്ങൾക്ക് ലോകത്തിന് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരെ മിഷണറിമാരെയും ശുശ്രൂഷകരെയൊക്കെ തിരസ്കരിക്കുന്നതിനും നിന്ദിക്കുന്നതിനും, എന്നിട്ട് മറ്റുള്ളവർ അവരൊക്കെ ചെയ്തിട്ട് അല്ലാത്തവർ ചെയ്ത് ഇവിടെ എന്തോ നന്മ ചെയ്തു സാധു ജനങ്ങൾക്ക് വേണ്ടി അവരെ തള്ളിക്കളഞ്ഞ് തീരെ ഇല്ലാതാക്കിയവരെ ചൂഷണം ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്തോ? അതിലെല്ലാം മിഷണറിമാർ വേണമായിരുന്നു. ഇന്നും അങ്ങനെ നടക്കുന്നത്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ മറന്ന്, തങ്ങളുടെ സമയവും ആരോഗ്യവും എല്ലാം മറന്ന്, കുടുംബങ്ങളും നാടുകളും എല്ലാം മറന്ന്, തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കി ഉള്ളതെല്ലാം കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ നാടിന് വേണ്ടി അല്ല, അവർക്ക് വേണ്ടിയൊന്നുമല്ല. അവർ സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ച് കൂട്ടാനല്ല, അവർക്ക് നാട് കൈക്കലാക്കി അവരുടേതാക്കി മാറ്റാനല്ല. അങ്ങനെ ആരും ചെയ്യത്തില്ല. ഒരു ക്രിസ്തുമതത്തിൽ അങ്ങനെ ആരും ചെയ്യത്തില്ല. ക്രിസ്തുമത വിശ്വാസികൾ അങ്ങനെ ആരും ചെയ്യത്തില്ല. ചില വിഭാഗങ്ങൾ അവർ വഴിതെറ്റി അവർ പോയി ചിലർ ബലാത്കാരമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇവരതൊക്കെ ചെയ്യുന്നില്ല. അത് വളരെ ദുർലഭമാണ്, വളരെ റയറാണത്. വളരെ അപൂർവമായിട്ട് 1-2 പേര് അങ്ങനെ ചിലയിടത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല, അതിപ്പോഴും അങ്ങനെ ചിലർ നടക്കുന്നുണ്ട്. അതിനെ അവരുടെ ആ വിഭാഗക്കാർ തന്നെ അവരെ നേതൃത്വങ്ങളെ തന്നെ അപലപിക്കുന്നുണ്ട്, തെറ്റാണെന്ന് വിലക്കുന്നുണ്ട്. സ്വമനസാലെ ഇതിൽ ആകൃഷ്ടരായി വന്നവരാണ് മതം സ്വീകരിക്കുന്നവർ. അല്ലാതെ ആരെയും നിർബന്ധപ്പെടുത്തി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. സ്വാമി വിവേകാനന്ദജി ക്രിസ്തു മതത്തെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? വിവേകാനന്ദജിയുടെ പുസ്തകമുണ്ട്, വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്നുള്ളൊരു പുസ്തകം. ഏതാണ്ട് ബൈബിളിനോട് വലിപ്പമുള്ള ഒരു പുസ്തകമാണ്. ഞാൻ 91-ലാണെന്ന് തോന്നുന്നു, കന്യാകുമാരിക്കടുത്ത് വിവേകാനന്ദപുരത്ത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ അവിടെ പോയി. അവിടെ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ചു, വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളം പതിപ്പ് വാങ്ങിച്ചു. അതന്നൊരു വായിച്ച ഓർമ്മ എനിക്കുണ്ട്. വായിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഞാനത് വായിക്കാൻ കൊടുത്തു. ഇത് വായിച്ച് പഠിച്ചെങ്കിലേ നമുക്ക് അവരെ പറ്റി പറയാനും പറ്റത്തുള്ളൂ, അവർ നമ്മളെപ്പറ്റി പറയുന്നത് എന്താണെന്ന് അറിവുള്ളവർ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വേണം, പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ മറന്നു ആർക്കാണ് കൊടുത്തതെന്ന്. പിന്നെ എൻ്റെ പുസ്തക ശേഖരത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ കൊടുത്തു എന്ന്. അപ്പോൾ അതിൽ ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട് വിവേകാനന്ദജി. അതൊക്കെ നിങ്ങൾ വായിക്കണം. പേജ് 18-19 പേജുകളാണെന്ന് എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഒരു 1991 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്രയും വർഷങ്ങളായി. ഇപ്പം ചിലതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലേ അത് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. വേറെ ആൾക്ക് പ്രസംഗത്തിന് വേണ്ടി കൊടുത്തതുകൊണ്ട് എനിക്ക് പിന്നീട് വായിക്കാനും പറ്റിയില്ല, പിന്നെ കിട്ടിയതുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് യേശു ദേവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ദേവനെ നമ്മൾ വെറും ഒരു ദേവനായിട്ടല്ല കാണേണ്ടുന്നത്, അങ്ങനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അല്ല ചെയ്യേണ്ടുന്നത്. യേശു ദേവനല്ല, യേശു ക്രിസ്തുവാണ്. യേശു
ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവതാരം ചെയ്തതാണ്, ഏക ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവതാരം ചെയ്ത വ്യക്തിയാണ് യേശു ക്രിസ്തു. അതിന് ദൈവപുത്രനായിട്ട് ദൈവമായിട്ട് കണ്ട് നമ്മൾ ആദരിക്കുകയല്ല ആരാധിക്കുകയാണ് വേണ്ടിയതെന്ന് അദ്ദേഹം സ്പഷ്ടമായിട്ട് പറയുന്നു. ഇതൊക്കെ എന്താ വായിക്കാത്തത്? അപ്പോൾ ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നു കളയുകയാണ്. ഇത് ഞങ്ങളെ ആരുമല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളതാ. അതെല്ലാം നിങ്ങളെല്ലാവരും വിൽക്കുന്ന പുസ്തകമാണ്. അതൊക്കെ വായിച്ചിട്ട് അതിലെ നല്ല ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് അത് പറയണം, അത് നോക്കണം, അത് വായിക്കണം, അത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം മിഷണറിമാരെയും മറ്റുള്ളവരെയും പുരോഹിതരെയും കന്യാസ്ത്രീകളെയും സമർപ്പിതരെയൊക്കെ നിങ്ങൾ നിന്ദിക്കാനും അധിക്ഷേപിക്കാനും ഉപദ്രവിക്കാനും. എത്ര പേരെ നിന്ദിച്ചാലും ഇതൊന്നും നിൽക്കത്തില്ല, എത്ര പേരെ കൊന്നാലും അതൊന്നും നിൽക്കത്തില്ല. അത് കാണും ലോകമുള്ളിടത്തോളം കാലം. കാരണം ഇരുളിന് വെളിച്ചത്തെ കീഴടക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൽ, വിശുദ്ധ ബൈബിളിലെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം പറയുന്നുണ്ട്, വെളിച്ചം കടന്നു വന്നപ്പോൾ ഇരുളിന്, അതുവരെ ലോകത്തിലുണ്ടായിരുന്ന ഇരുളിന് ആ വെളിച്ചത്തെ കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ വെളിച്ചം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് പറയുന്നത്. അത് ഒരിക്കലും കഴിയത്തില്ല. അതുപോലെയാണ് മിഷണറിമാരും അവരെല്ലാവരും തന്നെ, ഈ ശുശ്രൂഷകരെല്ലാവരും ചെയ്യുന്നത് ആ വെളിച്ചം പരത്തുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും. ഇരുളിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇരുളിനെ ആരാധിക്കുന്നവർക്ക് അത് അസ്വസ്ഥമാകും, അസ്വസ്ഥതയുണ്ടാക്കും. കാരണം അവർക്ക് ഇരുട്ട് വേണം. നമ്മളിപ്പോൾ ഒരു പഴുതാരയോ തേളിനെയോ അതുപോലുള്ള ക്ഷുദ്ര ജീവികളെയോ ഒക്കെ അങ്ങോട്ട് പിടിച്ച് വെളിയിലോട്ടിട്ടാൽ അങ്ങനെ ഇരിക്കും. ഓടി ഒളിച്ച് എങ്ങനെയെങ്കിലും അതിന് ഇരുട്ട് വേണം, ഇരുട്ടിൽ ജീവിക്കാനേ പറ്റത്തുള്ളൂ. വെളിച്ചത്തിൽ വെളിച്ചം അതിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്, അലോസരതയാണ്. അതുപോലെയാണ് ഇങ്ങനെയുള്ള ക്ഷുദ്ര ജീവികളായിട്ട് പരിണമിക്കുന്ന മനുഷ്യരും. വളരെ തുച്ഛമായിട്ടുള്ള അപൂർവമായിട്ടുള്ള മനുഷ്യരായിരുന്നു ആദ്യമൊക്കെ, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ആരും അങ്ങനെ അധികം ഇല്ലായിരുന്നു. കാരണം തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു അതും. ഇപ്പോൾ അങ്ങനെയല്ല, കാരണം അറിവുള്ള കാലമാണ്. അത് പഠിക്കേണ്ടുന്നത് പഠിക്കാതെ വേണ്ടാത്തത് പഠിച്ച് അത് ഇതുപോലുള്ള ഇരുളിൽ വസിക്കുന്നവരുടെ ഇരുട്ടിൻ്റെ അറിവ് മാത്രം കിട്ടിക്കൊണ്ട് വന്ന് ദ്രോഹിക്കുന്നവരാണ് ആ സംഘടനകളൊക്കെ, അങ്ങനെ പല സംഘടനകളും ഇന്ന് ചെയ്യുന്നത്. അല്ലാതെ നല്ല ബോധ്യമുള്ളവരാരും ചെയ്യത്തില്ല. വിവേകാനന്ദജിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരുപാട് ആശ്രമങ്ങളും സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു. എന്തുകൊണ്ട്? ഈ മിഷണറിമാർ ചെയ്യുന്ന, ഈ സന്യാസിനികൾ ചെയ്യുന്ന, ക്രിസ്തീയ സന്യാസിനികളും സമർപ്പിതരും ശുശ്രൂഷകരും വൈദികരും ഒക്കെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മനുഷ്യരെ എന്തുകൊണ്ട് അധസ്ഥിതരെയും ആർത്തരെയും ദീനാനുകമ്പരെയും നിരാലംബരെയൊക്കെ ശുശ്രൂഷിക്കുന്നില്ല? അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ആ കൂട്ടത്തിൽ? ഇപ്പം ഇല്ല. വിവേകാനന്ദജിയുടെ ലക്ഷ്യം അതായിരുന്നു. ഇവരെ പോലെ തന്നെ ക്രിസ്തീയ സഭകളെ പോലെ തന്നെ അവരും വരണം. അതിനുവേണ്ടിയാണ് അതൊക്കെ സ്ഥാപിച്ചത്. പക്ഷേ ആരാ ചെയ്യുന്നത്? എവിടെ ചെയ്യുന്നു? എവിടെ ധർമ്മ സംസ്ഥാപനം നിലനിൽക്കുന്നത്? ഒരിടത്തുമില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് വേണം. ഇത് ആദ്യം പഠിച്ചിട്ട് നിങ്ങൾ വിമർശിക്ക്. പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് തന്നെയാണ് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുന്നത്. ആ ഏകദൈവ വിശ്വാസമാണ്, ആ തൃത്വത്തിൻ്റെ ആ നിഴലാണ് അവിടെയും കാണുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഒന്നും ഒക്കെ പ്രവർത്തിക്കുന്നത് ആരുടെ കുറ്റമാണ്? അതിൻ്റെ മുകളിലുള്ളവരുടെ കുറ്റമാണ്, നയിക്കുന്നവരുടെ കുറ്റമാണ്. ഇതൊന്നും മനസ്സിലാക്കാതാണ് പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും തട്ടിവിടുന്നതൊക്കെ ഓരോന്നും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേൾക്കുന്നവർ അത് മനസ്സിലാക്കണം. ക്രിസ്തുമതം ഒരിക്കലും ആർക്കും ദ്രോഹം വന്നിട്ടില്ല. ഇരുട്ടിൻ്റെ ശക്തികൾക്കാണ്, ഇരുളിൻ്റെ ശക്തികൾക്കാണ് അത് ദ്രോഹമായിട്ട് തോന്നുന്നത്. കാരണം അതേ പഠിച്ചിട്ടുള്ളവർക്ക് അതേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് പഴുതാരയോ പാമ്പോ ഇതൊക്കെ വെളിയിലിറങ്ങി അങ്ങനെ സ്വച്ഛമായിട്ട് നടക്കാത്തത്? തേളുമൊക്കെ ക്ഷുദ്രശക്തിയാണ്, ഇരുട്ടിൻ്റെ ശക്തികളാണ്. ദ്രോഹം ചെയ്യാനേ അതിനറിയാവൂ, ഉപദ്രവിക്കാനേ അറിയാവൂ. ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? തേളോ പഴുതാരയോ പാമ്പോ ഒക്കെ നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇതൊക്കെ. ഇതായിട്ട് കാണാനേ ഞങ്ങൾക്കും പറ്റുകയുള്ളൂ. അതിൽ ഞങ്ങളുടെ കുറ്റമാണോ? അവിടെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, അത് കണ്ട് വേണം നിങ്ങൾ വിലയിരുത്താൻ.
ആ വസ്തുതകൾ കണ്ട് വേണം വിലയിരുത്താൻ. ആരുടെയെങ്കിലും വേഷങ്ങളും ഇതൊന്നും കണ്ടല്ല. എന്താണ് സാഹിബ് ചിലയിടത്ത് ആണ്ട് ആസാമിലെ ചില ഭാഗങ്ങളിൽ ഒന്ന് പറഞ്ഞ് കേട്ടു, മതവേഷം പാടില്ല എന്ന് പുരോഹിതർ കന്യാസ്ത്രീകൾക്ക്. എന്താ നിങ്ങളുടെ മതവേഷം നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതായിരുന്ന മതവേഷം. അത് ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന വേഷമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. കാവ്യവസ്ത്രം. നിങ്ങൾ ആചാര്യന്മാരായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, പഠിപ്പിക്കുന്നത്? ആണോ? അല്ല. ഈ മിഷണറിമാരും ഈ സന്യാസിനികളും, ഞങ്ങൾ ക്രിസ്തീയ സന്യാസിനികളും സമർപ്പിതരും സുവിശേഷകരും എല്ലാം മതത്തിൻ്റെ വേഷം അവരണിയുന്നത് അവർ ആചാര്യരായിട്ടാണ്, ആദരണീയരായിട്ടാണ്. എന്താ നിങ്ങൾക്കെന്താ അത് അലോസരത ഉണ്ടാക്കുന്നത്? അത് അവരുടെ വേഷമാണ്, അവരുടെ സന്യസ്തരുടെ വേഷമാണത്. അല്ല നിങ്ങൾ പറയുന്നത് അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ എങ്ങനെയാണ്? അവരുടെ വേഷം അത് അവർക്ക് മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ വേഷം എന്താ നിങ്ങൾ മാറ്റാത്തത്? മാറ്റുമോ? നിങ്ങളുടെ സന്യസ്തരുടെ വേഷം നിങ്ങൾ മാറ്റിക്കുമോ? മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണിത്. എന്ത് ചെയ്യാൻ? അറിവില്ലാതെ പോയാൽ ചിന്തിക്കാൻ കഴിവില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, നോളജുണ്ട്, റിയലൈസേഷൻ ഇല്ല. അറിവ് മാത്രമേ ഉള്ളൂ, തിരിച്ചറിവില്ല. അത് തിരിച്ചറിയണം, തിരിച്ചറിവ് ഉണ്ടാകണം ഓരോ മനസ്സുകളിലും. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, കർത്താവിൽ പ്രിയരെ, ഞാൻ പറയുന്നു, നമ്മളെ വളരെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അവമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതലും ഏത് മതത്തിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇസ്ലാം മതത്തിൽ നിന്നാണ്. അതിൽ കുറച്ച് ഭീകരരാണ് കൂടുതലും. ഹിന്ദു മതത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവർക്കത് ചിന്തിച്ച് അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മറ്റവർക്ക് അങ്ങനെയുള്ള പഠിത്തവും ഇല്ല, പഠിക്കാൻ പറ്റത്തില്ല. കാരണം അവരെപ്പോഴും വ്യാജമായിട്ടുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതും എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ. അവർക്കുള്ളതും അങ്ങനെയുള്ള ആണ് ഗ്രന്ഥങ്ങളും. നമ്മളിത് മനസ്സിലാക്കണം, ഏത് വിധത്തിലാണ് നമുക്ക് ആക്രമണം ഉണ്ടാകുന്നത്, ഏത് വിധത്തിലാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവാലയങ്ങളും ദൈവ ശുശ്രൂഷ കേന്ദ്രങ്ങളും എല്ലാം കൂടെ എല്ലാം തന്നെ ഒരു വാച്ച് ടവർ ആകണം. നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് ആകുന്നതെന്ന്, ആക്രമണം വരുന്നതെന്ന്, ഏതൊക്കെ വിധത്തിൽ നമ്മൾ പ്രതിരോധിക്കണമെന്ന്. പ്രതിരോധിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ശാരീരിക ശേഷി കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ദൈവവിശ്വാസം കൊണ്ട്, പരിത്യാഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ്. അതാണ് നമ്മുടെ പ്രതിരോധ രീതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതിന് നമ്മളുടെ വിശ്വാസികളെ നമ്മൾ പ്രാപ്തരാക്കണം, ശക്തിപ്പെടുത്തണം. നമ്മുടെ പുരോഹിതർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും സുവിശേഷകർക്കും സമർപ്പിതർക്കും എല്ലാവർക്കും ഈ കടമയുണ്ട്, ഡ്യൂട്ടിയുണ്ട്. കാലമൊക്കെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തു സഭയ്ക്ക് എല്ലായിടത്തും നാല് ചുറ്റും ഭീഷണികളും ആക്രമണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ്? ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്ഥിതി അറിയാമല്ലോ, ബ്രിട്ടൻ്റെ സ്ഥിതി. അതുപോലെ ഇവിടെയും വരാൻ പോവുകയാണ്. അവരെ അങ്ങനെയുള്ള ശക്തികളെ ഇവിടുത്തെ ഭരണശക്തികളും എല്ലാ രാഷ്ട്രീയ ശക്തികളും എല്ലാം പിന്തുണയ്ക്കുകയാണ് അവരെ. അപ്പോൾ അങ്ങനെ ആർക്കാണ് അതിൻ്റെ ദോഷം വരുന്നത്? മറ്റ് നമുക്ക് ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം, അല്ലാത്തവർക്കാർക്കും ഒന്നുമില്ല. കാരണം അവരെയൊക്കെ പിന്തുണച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ശക്തികൾ പിന്തുണയ്ക്കേണ്ടുന്നത് അവർക്ക് എങ്ങനെയെന്നും അവസാനം വരെ ശ്വാസം പോകുന്നവർ വരെ അധികാരത്തിൻ്റെ കസേരയിൽ കടിച്ചു തൂങ്ങാമെന്നും വിചാരിച്ചാണ്. അവിടെ പശ തേച്ച് ഒട്ടിച്ച പോലെ അവിടെ ഇരിക്കണം. ഇവരുടെ വോട്ടുകളെല്ലാം കിട്ടും. കൂടുതൽ അവർ ഭൂരിപക്ഷമായി. ആദ്യം ന്യൂനപക്ഷമല്ലായിരുന്നു. ഇപ്പോൾ മുഹമ്മദീയർ എങ്ങനെയാണ് ഇത് നമ്മുടെ ഭാരതത്തിൽ ന്യൂനപക്ഷമാകുന്നത്? അവർ മജോറിറ്റി ആയി കഴിഞ്ഞു. ന്യൂനപക്ഷത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങൾക്കും ഒന്നിനും അവർ അർഹരല്ല. സർക്കാരിൽ നമ്മുടെ നികുതി പണം പിരിച്ച്, ക്രിസ്ത്യാനികളുടെ കൂടെ നികുതി പണം പിരിച്ചാണ് അവർ ഓരോന്ന് നടത്തുന്നത്. ആ പണം പിരിച്ചാണ് സർക്കാർ കൊടുക്കുന്നത് മദ്രസകൾക്കൊക്കെ, ശമ്പളത്തിനും കാര്യങ്ങൾക്കും. അതൊക്കെയാണ് ആദ്യം നിർത്തലാക്കേണ്ടുന്നത്. ഞാനത് മതസ്പർദ്ധ പറയുകയല്ല, കാര്യമുള്ള കാര്യമാണ്, സത്യമാണ്. അതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. ഇപ്പോൾ ഇസ്ലാം സമുദായത്തിൽ ഞാൻ പറഞ്ഞു, 90% നല്ല മനുഷ്യരാണ്. മറ്റ് മതങ്ങളിലൊക്കെ ഉള്ള വ്യക്തികളെക്കാൾ ക്രിസ്തീയ മതത്തിലോ ഹിന്ദു മതത്തിലോ ഒക്കെ ഉള്ള നല്ല മാന്യരായിട്ടുള്ള വ്യക്തികളെയൊക്കെ പോലെയൊക്കെ തന്നെ അതിനേക്കാളും നല്ല മനുഷ്യരുണ്ട്, മനുഷ്യത്വമുള്ളവരുണ്ട്, മനുഷ്യരെ സ്നേഹിക്കുന്നവരുണ്ട്, ആദരിക്കുന്നവരുണ്ട്. അതുപോലല്ല ഈ 10% ഈ 90%ത്തെയും കൂടെ നശിപ്പിക്കുകയാണ്.
അപ്പോൾ ആ ബ്രിട്ടനിലെ പോലെയൊക്കെ സംഭവിച്ചതുപോലെയൊക്കെ നമ്മുടെ കേരളത്തിലും വരും. അതുകൊണ്ട് എന്തുവാ ചെയ്യേണ്ടത്? നമ്മുടെ യുവശക്തികളെ ഉണർത്തണം. യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, അവരെ എന്തിനാ നോക്കുകുത്തികളായിട്ട് എന്തുവാ തളച്ചിട്ടിരിക്കുകയാണോ? അവർക്കിത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. അവരുടെ ശക്തി അവരെ ഉണരണം. ഉണർത്തി വേണ്ടത് അക്രമത്തിനൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി. നമുക്കെന്താ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ജപമാല യുദ്ധമാണ് നമ്മൾ നയിക്കേണ്ടുന്നത്. നമ്മുടെ ജംഗ്ഷനിലോട്ടൊക്കെ പ്രാർത്ഥനയായിട്ട് ജപമാല കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പതാക ഉയർത്തിപ്പിടിക്കും. നമ്മുടെ യുദ്ധത്തിൻ്റെ പതാക പിടിക്കുന്നത് പോലെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ആ ജപമാലയും ചൊല്ലി നമ്മുടെ ജംഗ്ഷൻ വരെ പോകാൻ ഈ നമ്മുടെ യുവശക്തികളെ ഉപയോഗിച്ചുകൂടാ? ആത്മായ ശക്തികൾ ഒരുപാടുണ്ട്, മുതിർന്നവരുടെ സംഘടനകൾ, പ്രസ്ഥാനങ്ങളുണ്ട്. അവരെയൊക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? നമ്മുടെ പുരോഹിതരും മെത്രാന്മാരും ഒക്കെ സുഷുപ്തിയിലാണ് ആണ്ടുപോയെങ്കിൽ അവരെ ഉണർത്തേണ്ടുന്നത് അവരുടെ കടമയാണ്. ഇവർ ഉണർത്തണം. അവരെ ഉണർത്തി നമുക്കിത് പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. കാലം അതിക്രമിച്ചു പോയി എന്ന് പറയണം. അപകടം നമ്മൾ മനസ്സിലാക്കണം. കാലത്തിൻ്റെ ചുവരെഴുത്ത് കണ്ട് മനസ്സിലാക്കണം അപകടം എന്തുമാത്രമുണ്ട്, എന്തുമാത്രം അടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് വാതിൽക്കൽ എത്തി കഴിഞ്ഞു. അത് മനസ്സിലാക്കണം. അത് ഇച്ചിരി അല്പം ഇത് ഓർമ്മയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവർ, നമ്മുടെ സഭ നേതൃത്വത്തിലുള്ളവർ, മെത്രാന്മാരും വൈദികരും സന്യാസിരും ഒക്കെ മനസ്സിലാക്കണം. ഇത് നമ്മളുടെ ശക്തിയെ നമ്മൾ തളച്ചിടാനുള്ളതല്ല. അവരെ ഉണർത്തണം. പ്രിയപ്പെട്ടവർ, നമുക്കൊരു ഉണർത്തുപാട്ടിൻ്റെ കാലഘട്ടമാണ്. അത് വേണം. ഉറങ്ങിക്കിടക്കുന്നവരെല്ലാ വിഭാഗത്തിലുമുണ്ട്, അൽമായരുടെ കൂട്ടത്തിലുമുണ്ട്. എന്നിൽ നമുക്ക് ഒരുപാട് സുവിശേഷ സംഘങ്ങൾ ഞങ്ങളുടെ മലങ്കരയിലുണ്ട്. ഒരു ഇടവകയിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു പള്ളിയിൽ തന്നെ 6 പേര്, ഞാൻ ആൾ ചോദിച്ചപ്പോൾ 6 പേരുണ്ട്. ഞാൻ ചോദിച്ചാൽ അതൊക്കെ എങ്ങനെ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തുവാ പ്രവർത്തനം ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയണ്ട ആകപ്പാടെ എന്നും പറഞ്ഞിട്ട് ഞാൻ പറയാം, എന്നാൽ പിന്നെയും പറയണ്ട. എന്തിനാ സുവിശേഷ സംഘങ്ങൾ ഇങ്ങനെ പറയിക്കുന്നത്? സംഘാംഗങ്ങൾ എന്തിനാ സുവിശേഷം പഠിച്ചത് ഇതുപോലെ പ്രവർത്തിക്കാനാണ്. അല്ല പ്രാർത്ഥന കൂട്ടായ്മ നടത്തി അവിടെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാനല്ല, അങ്ങനെ മാന്യമായിട്ട് അങ്ങ് ഇരുന്ന് ചമഞ്ഞിരിക്കാനല്ല. പ്രവർത്തിക്കണം, ഇറങ്ങണം. സമൂഹത്തിൻ്റെ ഈ തിന്മകൾ കണ്ട് അതിനെതിരായിട്ട് പ്രതികരിക്കണം. അതിനെതിരായിട്ട് പരസ്യമായിട്ട് പ്രാർത്ഥന, ആരാധന നടത്തണം. ജനങ്ങളെല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ യുദ്ധമുറ ഇതാണ്. ഞങ്ങളാരെയും ദ്രോഹിക്കാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ബോധോദയം ഉണ്ടാകാൻ വേണ്ടി, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പരസ്യമായിട്ട് ഇറങ്ങണം. സുവിശേഷ സംഘടനകളും മറ്റൽമായ സംഘടനകളും എല്ലാം അങ്ങനെ തന്നെ ഇറങ്ങണം. മറ്റ് സഭാ വിഭാഗങ്ങളിലുണ്ട് എല്ലാം, സംഘടനകളും എല്ലാം. അവരും ഉണരണം. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ബന്ധുക്കോസ് വിഭാഗങ്ങളും വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് ധാരാളം അവരും പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ നല്ല കത്തോലിക്കരുടെ നല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കോൺവെൻറ്റും മഠവും ആശ്രമവും എല്ലാം കൂടെ ഉള്ള നല്ല ഒരു ആരാധനാലയം, വളരെ വലിയ ഒരു ആരാധനാലയവും കൂടെ ഉള്ളത്. അത് ഒരിക്കൽ പെന്തിക്കോസ്, ചെറിയ അടുത്ത കാലത്താണല്ലോ അത്, പെന്തിക്കോസ് ആരാധനയ്ക്ക് അവർ കൊടുത്തു. അവർ പക്ഷേ അതവിടെ മതപ്രസംഗമായിട്ട് ഉപയോഗിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അവസാനം അറസ്റ്റിലായത് കൂടുതൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഡയറക്ടറായിട്ടിരുന്ന വൈദികനെ, കത്തോലിക്ക പുരോഹിതനെയും കൂടാണ്. കാരണം കത്തോലിക്കരുടെ ആ സ്ഥാപനം പെന്തിക്കോസ് വിഭാഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് നിങ്ങൾ ഇത് നടത്തുന്നതിന് വന്ന് ചോദിച്ചപ്പോൾ അവർക്കല്ലാതെ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ് കൊടുത്തത്. പക്ഷേ അറസ്റ്റ് ചെയ്തു. ഈ വൈദികനെ ജയിലിലാക്കിയപ്പോൾ ജഡ്ജി വരെ കാണാൻ വന്നു. ഞങ്ങളെല്ലാം പഠിച്ചത് നിങ്ങളുടെ സ്ഥാപനത്തിലാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പക്ഷേ മുകളിൽ നിന്ന് ഓർഡറുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛന്, ഫാദറിന് ഞങ്ങൾ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതിയോ? മുകളിൽ നിന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞ പോലെ ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ നയിക്കുന്ന സംഘടനകൾ, അവരെ പേടിച്ചാണ് അവരും ഹിന്ദുക്കളാണെങ്കിലും അവരും കഴിയുന്നത്. ഇതുവരെ തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെയും രീതി. അവരെ ഇങ്ങനെയുള്ള കുറേ ആ 10% വരുന്ന തീവ്രവാദികളുടെ തീവ്ര സ്വഭാവത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഇതുകൊണ്ടാണ് ഈ ബാക്കി 90% അത് കേട്ട് അവരെ കൊണ്ടുള്ള ഭീതി മൂലമാണ് അവർക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അല്ലാതെ ക്രിസ്തുമതത്തെ വിരോധിക്കുന്നവരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അവരും ചിന്തിക്കണം ഇതുകൊണ്ടാണെന്ന്. ഒരിക്കലും ഒരിടത്തും ഒരു ക്രിസ്ത്യാനിയും
ബലം പ്രയോഗിച്ചോ പണം കൊടുത്തോ ആരെയും ഒന്നും മതത്തിലോട്ട് ചേർത്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ നേരത്തെ തന്നെ ഭാരതത്തിൽ ക്രിസ്തു വിശ്വാസം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം അത് ക്രിസ്തുവിന് വിരുദ്ധമാണ്, ദൈവിക വിരുദ്ധമാണത്. അവൻ്റെ അവൻ്റെ ബോധതലങ്ങളിൽ ആ ചിന്ത ഉണ്ടായിട്ടാണ്. എന്നാൽ പോലും പറഞ്ഞ് വിടത്തേ ഉള്ളൂ, നീ അങ്ങനെ നിനക്ക് കിട്ടിയ വെളിച്ചമനുസരിച്ച് നീ ജീവിക്കുക. അങ്ങനെ പറഞ്ഞു. നിന്നെ നിർബന്ധം പിടിക്കുമ്പോഴാണ് അത് വന്ന് അവർക്ക് സ്നാനം കൊടുക്കുന്നത്. ആ രീതിയെ മറ്റ് ഇതര സഭകളും ചെയ്യാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഉണർത്തുപാട്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ സുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്നവരെ ഉണർത്താൻ. അത് മെത്രാന്മാരാകാം, വൈദികരാകാം, അൽമായരാകാം, സന്യസ്തരാകാം, സമർപ്പിതരും കാണും. എല്ലാം സമർപ്പിതരായിട്ട് ജീവിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. നമ്മൾ ദേഹി മാത്രമല്ല, ദേഹവും കൂടെ, മനുഷ്യരുടെ ദേഹത്തെയും കൂടെ നമ്മൾ പരിഗണിക്കണം. ദേഹത്തിൻ്റെ ആവശ്യങ്ങളും കൂടെ. നമ്മുടെ ആദ്യകാലത്തെ ശുശ്രൂഷകൾ അങ്ങനെ ആയിരുന്നു. നമ്മുടെ പൂർവികര മിഷണറിമാരുടെയും സന്യാസിനിമാരുടെയും ഇപ്പോഴും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ ആഫ്രിക്കയിലും എല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ദേഹവും കൂടെ നോക്കിയാ, അല്ലാതെ ആ മനുഷ്യരുടെ ആത്മാവിനെ മാത്രം രക്ഷപ്പെടുത്തി പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് ക്രിസ്തീയതയല്ല. അപ്പോൾ ദേഹി മാത്രമല്ല, ദേഹം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് നമ്മൾ മറ്റുള്ളവർ നമ്മുടെ പ്രസ്ഥാനങ്ങളെയൊക്കെ, സംഘടനകളെയൊക്കെ പ്രചോദിപ്പിക്കണം, ഉണർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ഉണർത്തുപാട്ട് വേണം. അതിന് തടസ്സമായിട്ടെങ്കിലും വൈദികരോ സഭാധികാരികളോ നിൽക്കുന്നെങ്കിൽ ഈ യുവജന പ്രസ്ഥാനങ്ങൾ, ആത്മായ പ്രസ്ഥാനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കണം. ഉണർത്തുപാട്ട് ഉണർത്തണം, അവരെ ഉണർത്തണം. അതിൻ്റെ ആവശ്യമാണ്. ഒരു ഉണർത്തുപാട്ടിൻ്റെ ഒരു കാലഘട്ടം കാലമാണിപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു. അത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇനിയും മടിച്ചിരിക്കാനുള്ള സമയമില്ല. എല്ലാം വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആദ്യകാലത്തെ ക്രിസ്തുമതത്തിൻ്റെ ആരംഭകാലത്ത് പറഞ്ഞു, ഇനി വാതിൽക്കൽ എത്തിയിട്ടുണ്ട്, ആസന്നമായി എന്ന്. അങ്ങനെയല്ല, ഇപ്പോൾ അതുപോലെയല്ല. ഇപ്പം വർഷം 2000 കഴിഞ്ഞപ്പോഴും ഈ 2000-ഓളം വർഷം ആയപ്പോഴും പറയുന്നു ആ വാതിൽക്കലാണെന്ന്. അന്നത്തെ പോലല്ല, ഇപ്പോൾ ആയിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? കാരണം എല്ലായിടത്തും പീഡനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മതങ്ങളെ നമ്മൾ വളരെ, മതങ്ങളെന്ന് പറയാൻ വേറെ മതങ്ങളൊന്നുമില്ല, ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. എന്നും പണ്ട് എല്ലാ മനുഷ്യരും ഉണ്ടോ? ഞാൻ പറയാം, എല്ലാ മനുഷ്യരും ഇല്ല. അതിലൊരു വെറും കേവലം കുറച്ച് തുച്ഛമായ മനുഷ്യർ, വികടബുദ്ധികളായിട്ട് വന്നിട്ട് തീർന്നവർ, അവർ മറ്റു മതങ്ങളെ നിരോധിക്കുന്നു. അവർ പറയുന്നു, വിഗ്രഹാരാധനകളെ പറയുന്നു. ഹിന്ദു മതത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഇവർ പിന്നെന്തു ഇത് ആരാധിക്കുന്നത്? കറുത്ത കല്ല് വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തെയാണ് കൊണ്ട് നടക്കുന്നത്. അതാ ദൈവമാണെന്നും പറഞ്ഞ്, ഏകദൈവമാണെന്നും പറഞ്ഞ്. നിങ്ങൾ വിഗ്രഹാരാധകരാ. എവിടെ അത് പരിപൂർണമായിട്ട് വേണമെങ്കിൽ തെളിയിച്ചു തരാം. അതിന് നിങ്ങൾ ആദ്യം അത് പഠിക്കുക. നിങ്ങളുടെ ചരിത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആദ്യം പഠിക്കുക. ഹൈന്ദവരെ അവർക്കും ചിലപ്പോൾ വഴിതെറ്റിയിട്ടുണ്ട്. അവർ ഏകദൈവമാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ പറയില്ല, ചില സംഘടനകൾ, തെറ്റായി ധരിച്ച ചില സംഘടനകൾ അവരെ വഴിതെറ്റിക്കുന്നുണ്ട്. ദൈവമല്ല, ബാക്കിയുള്ള ദേവന് ദേവി. അവർ പുണ്യാത്മാക്കളായിട്ടാണ് അവർ കാണേണ്ടുന്നത്. അങ്ങനെയാണ് വിവേകാനന്ദജിയും വിദ്യാസാഗറും അവരുമൊക്കെ അന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുപോലുള്ള വേറെയും ഒരുപാട് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളും അവരുടെയൊക്കെ പഠനങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, പഠിക്കണം, എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഉണർത്തുപാട്ടിൻ്റെ സമയമായിരിക്കുന്നു. ആ ഉണർത്തുപാട്ട് പാടിയേ പറ്റത്തുള്ളൂ. എല്ലാവരെയും ഉണർത്തണം, എല്ലാവരും ഇറങ്ങണം. അത് സുവിശേഷകരും എല്ലാവരും, സുവിശേഷം പഠിച്ചവരും അല്ലാത്തവരും, അംഗങ്ങളായിട്ടുള്ളവർക്കും ഒക്കെ ഇത് ബാധകമാണ്. അവരിൽ അതൊക്കെ എന്തുകൊണ്ട് സുവിശേഷം പഠിച്ചിട്ടും അവരൊക്കെ ജ്വാലയായിട്ട് ജ്വലിക്കാത്തത് എന്താ? ശരിയായിട്ട് പഠിച്ച് ആത്മാവിൽ കയറിയെങ്കിൽ അത് ജ്വലിക്കണം, പന്തങ്ങളാകണം. എന്തുകൊണ്ടാകാത്തത്? എവിടെയെങ്കിലും കൂടിയിരുന്ന ഒരു പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, അവരുടെ സ്വന്തമായിട്ട് ഒരു മീറ്റിംഗ് കൂടി അങ്ങനെ തിരിയുന്നതല്ല. കുറച്ച് സംസാരിച്ചത് കൊണ്ടായില്ല. പന്തങ്ങളായിട്ട് ജ്വലിക്കണം, അതിനുവേണ്ടി ഇറങ്ങണം.
എത്ര പേര് സന്നദ്ധരുണ്ട് അതിന്? അപ്പം തലയിൽ കയറുന്നില്ല, അത് കയറ്റാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല, ഞങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. വെളിയിൽ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അങ്ങനെയാണ് അവരുടെ. ഞാൻ ഒരാരെയും കുറ്റം പറയുമല്ല, ഒരു സംഘടനകളെയും കുറ്റം പറയുമല്ല, സുവിശേഷകരെ മാത്രമല്ല, എത്ര സുവിശേഷകർ പ്രവർത്തിക്കുന്ന എല്ലാ സഭകളിലുമല്ല. നമ്മുടെ സഭകളിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മലങ്കര സഭയിലെ എനിക്കറിയാം, നമ്മളത് ഉണരണം. നമ്മുടെ സുവിശേഷത്തിൻ്റെ കടമയാണ്. ക്രിസ്തു എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ജീവിച്ചത്? ദേഹം മാത്രമല്ല, ദേഹിയും കൂടെ നോക്കിയ മനുഷ്യരെ അവരെ സുഖപ്പെടുത്തി, ദുരാത്മാക്കളെ പുറത്താക്കി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് അറിവും വെളിച്ചവും കൂടെ കൊടുത്തു, എന്താണെന്ന് പകർന്ന് കൊടുത്തു. അങ്ങനെ ദേഹവും കൂടെ ദേഹിയും കൂടെ നോക്കണം. സമൂഹത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു, വായിച്ചറിയണം, അത് ഗ്രഹിച്ച് വിവേചിച്ചറിയാൻ മനസ്സിലാക്കണം എന്നൊക്കെ അവരെ ഉദ്ബോധിപ്പിച്ചു. എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. 10 പേരുടെ മുമ്പിൽ ഇറങ്ങണം, അത് പ്രവർത്തിക്കണം, അതിന് മറ്റുള്ളവരെ ഉണർത്തണം. വയസ്സായവർക്കല്ല, കഴിവുള്ളവർ നമ്മുടെ യുവജനങ്ങളെ ഉണർത്തി അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പ്രവർത്തിച്ചുകൂടാ? നമുക്ക് എതിരെ നടക്കുന്ന ഈ അക്രമങ്ങൾക്കും അനീതികൾക്കും പീഡനങ്ങൾക്കും എതിരായിട്ടൊക്കെ ഇവിടെ ശാസ്താംകോട്ടയിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ മണിയടിക്കാൻ വളരെ പണ്ടേ ഉള്ള ദേവാലയം, എനിക്കറിയാം, ദൈവാലയത്തിൽ മണിയടിക്കാൻ പാടില്ലെന്ന് അടുത്ത ഒരു വീട്ടിലൊരാൾ പറഞ്ഞു. അത് ഉത്തരവും ആയിട്ട് വന്നിരിക്കുന്നു. ഒരു പോലീസ് ഓഫീസറാണ് വന്നത് അവിടുത്തെ. അദ്ദേഹത്തിന് എന്തും അധികാരം പോലീസ് ഓഫീസർക്ക് ഇത് പറയാൻ? ദൈവാലയമാണ്, ആരാധനാലയം അവിടെ ഉണ്ടെന്നറിയാം, ആരാധനാലയയുടെ ഭാഗമാണ്, മണിയിലിക്കും. ഇവിടെ ഒരിട്ടും ബഹളം വയ്ക്കുന്നില്ല ഉച്ചഭാഷണി വെച്ച്. ക്രിസ്തു ആരാധനാലയത്തിലൊന്നും അങ്ങനെയൊന്നുമില്ല. ദൈവിക ആലയത്തിൽ ദൈവിക ആരാധനയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മണി കിലിക്കുന്നതോ അടിക്കുന്നതോ അല്പസമയം, ഏതാനും സെക്കൻഡ് സമയമേ ഉള്ളൂ. അതിനിങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? വിധ്വംസക പ്രവർത്തനങ്ങൾ പോലെ ഭീതി പരത്തുന്നത് എന്തിനാ? അവിടെയുള്ള ജനങ്ങൾ വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുക. റോസറി സ്ട്രാറ്റജി, ഒരു യുദ്ധം, റോസറി വാർ. നിങ്ങൾക്കെന്താ? നിങ്ങളുടെ ദൈവാലയത്തിൽ അടുത്ത ജംഗ്ഷനുകളിലോട്ടൊക്കെ ഒന്ന് പോയി ഒരു ജപമാല ചൊല്ലി ഉയർത്തി പിടിച്ചുകൊണ്ട്, അല്ലെ കയ്യിൽ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചുകൊണ്ടല്ല, ഉയർത്തി പിടിക്കണം മറ്റുള്ളവർ കാണുക ജപമാല. എന്താ ഇതൊക്കെ ചെയ്താൽ? അതൊന്നും ചെയ്യാനൊന്നും വയ്യാതെ ഓടി നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ സമയം അതിക്രമിച്ചിരിക്കും. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ അക്രമ സ്വഭാവം വന്നത് അവരിൽ ഇസ്ലാം മതത്തിലും മറ്റ് ചില മതങ്ങളിലും സംഘടനകളിലും ഒക്കെ വന്നതെന്നുള്ള ആ ഒരു മനഃശാസ്ത്രപരമായ വിശകലനം നമുക്ക് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പ്രേരിപ്പിക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം. വിദേശങ്ങളിലുള്ളവർക്കും കൂട്ടായ്മകളിലുള്ളവർക്കും എല്ലാവരെയും തന്നെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കണം. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി, അത് തോമസ് മീനത്തിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ഈ വീഡിയോകളൊക്കെ കിട്ടും. ബൈബിൾ സ്റ്റഡിയുടെ ഭാഗം തന്നെയാണിത്. ദേഹി മാത്രമല്ല, ദേഹം കൂടെ നോക്കണം. ഇത് നോക്കിയിട്ട് വേണം ദേഹിയിലോട്ട് ഇറങ്ങാൻ. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ആദ്യം പ്രസ്താവിക്കുന്നത്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം പ്രാപ്തരാക്കണം. എല്ലാവർക്കും അതിനൊരു സൂചന നൽകണം. അതിനാണ് ഞാൻ മറ്റ് മതങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളും കാര്യങ്ങളും ഇന്നത്തെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കൂടെ ഒക്കെ അവതരിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്നിട്ട് വേണം വചനം പഠിക്കാൻ. എങ്കിലേ അതിന് വിലയുള്ളൂ, അത് നിലനിൽക്കത്തുള്ളൂ മനുഷ്യ മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് തുണയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തൃത്വത്തോടെ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെ നമ്മളെ അനുഗ്രഹിച്ച്, സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് നമ്മളെ പ്രചോദിതരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ.